നമ്മുടെ ഈ ചാനൽ കാണുന്ന പല ആൾക്കാർക്കും പ്രണയിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ വീട്ടുകാർ സമ്മതിക്കില്ല. അതുകൊണ്ട് പ്രണയം തന്നെ വേണ്ട എന്ന് വെച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രണയിച്ച് വിവാഹം കഴിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പാരൻസിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ എയർലി. അതായത് വീട്ടുകാരുടെ അടുത്ത് നിങ്ങളുടെ ഇങ്ങനെയുള്ള ഒരു പ്ലാനിനെ കുറിച്ചിട്ട് നിങ്ങൾ നേരത്തെ സംസാരിച്ചിരിക്കണം. അതായത് നിങ്ങൾക്ക് പ്രണയ വിവാഹമാണ് താല്പര്യം, പ്രണയ വിവാഹമാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ള കാര്യം നിങ്ങളുടെ പാരൻസിനോട് നിങ്ങൾ പറഞ്ഞിരിക്കണം. അവരത് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം. ഇത് നിങ്ങളിപ്പോൾ ഒരു പാർട്ട്ണറെ കണ്ടുപിടിച്ചതിന് ശേഷം പറയുന്നതല്ല. നിങ്ങളൊരു പാർട്ട്ണറെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നിങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് ലവ് മാരേജിനോടാണ് താല്പര്യം. അപ്പോൾ അവർ ചോദിക്കും, നിനക്ക് വല്ല ലവോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഇപ്പോൾ ഒന്നുമില്ല, പക്ഷെ ഭാവിയിൽ എനിക്ക് ഉണ്ടാവാം. ഇതുവരെ ഒന്നുമില്ല, പക്ഷെ ഇതിനെനിക്ക് ഇതാണ് താല്പര്യം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാതെ പണം മാത്രം നോക്കി, ജോലി മാത്രം നോക്കി, മാനസികമായിട്ട് ഒരു പൊരുത്തമില്ലാതെ എത്ര കാലം ജീവിക്കാൻ പറ്റും? അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ, കുറ്റങ്ങളും കുറവുകളൊക്കെ നേരത്തെ മനസ്സിലാക്കാൻ ലവ് മാരേജ് തന്നെയാണ് കൂടുതലും നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്നുള്ളത് നിങ്ങൾ ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾക്ക് കാര്യമായിട്ട് സമയം കിട്ടും കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനും, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും, അവരുടെ ഐഡിയ എന്താണ്, നിങ്ങളുടെ ഐഡിയ എന്താണ്, ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് നേരത്തെ കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷെയർ യുവർ വാല്യൂസ് ആൻഡ് പ്രിഫറൻസസ്. നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് നിങ്ങൾ കാര്യമായിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്താണ്? അതായത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ലവ് മാരേജ് അറേഞ്ച്ഡ് മാരേജിനേക്കാൾ കൂടുതൽ നല്ലതാണ്, മികച്ചതാണ്, എനിക്കത് മതിയെന്ന് ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ അവർക്ക് ദഹിക്കുന്ന മാതിരി, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന മാതിരി നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ നിങ്ങളുടെ ഈ പാരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ പാരൻസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഇങ്ങോട്ട് പൊട്ടിമുളച്ചുണ്ടായതല്ല. നിങ്ങളുടെ അതേ പ്രായം കഴിഞ്ഞ് ഒരല്പം കൂടി പ്രായമുള്ള ശരീരമായി മാറിയവർ എന്നേ അതിനർത്ഥമുള്ളൂ. അവരുടെ മനസ്സങ്ങ് ഒരുപാട് വയസ്സായിട്ടുള്ള ആൾക്കാരുടെ മനസ്സാകണം എന്നില്ല. അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. നിങ്ങളിപ്പോൾ ഒരു 20 വർഷം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ വലിയ കുട്ടികളുടെ പാരൻസ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരുപാട് അങ്ങ് ചേഞ്ച് ആയിട്ടുണ്ടാവുമോ? ഒരുപാടൊന്നും ചേഞ്ച് ആയിട്ടുണ്ടാവില്ല. കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ, ചെറിയ ചെറിയ രീതിയിൽ പക്വതകൾ വന്നിട്ടുണ്ടാവും, അത്രയൊക്കെ ഉള്ളൂ. സോ അവർക്ക് കാര്യം മനസ്സിലാക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അഡ്രസ് ദിയർ കൺസേൺസ്. നിങ്ങളുടെ പാരൻസിൻ്റെ, അതായത് നിങ്ങളുടെ പാരൻസിന് ഈ പ്രണയ വിവാഹത്തിൽ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ താല്പര്യം കാണിക്കണം എന്നുണ്ട് പക്ഷെ സാഹചര്യം സമ്മതിക്കുന്നില്ല, എന്തോ ആയിക്കോട്ടെ, അവരുടെ കൺസേൺ എന്താണ് എന്നുള്ളത് നിങ്ങൾ കേൾക്കണം. മാന്യമായിട്ട് കേൾക്കണം. അതിനകത്ത് തമ്മിൽ തല്ലാനോ തർക്കിക്കാനോ ആർഗ്യുമെന്റ്സിനോ ഒന്നും നിങ്ങൾ പോകരുത്. നിങ്ങളത് മാന്യമായിട്ട് കേൾക്കുക. കാരണം നിങ്ങളുടെ പാരൻസ് ആണ്. നിങ്ങൾക്ക് ദോഷം വരുന്ന ഒന്ന് ചെയ്യണമെന്ന് അവർ വിചാരിക്കില്ലല്ലോ. സോ മാന്യമായിട്ട് കേട്ടിരിക്കുക. അങ്ങനെ അവരുടെ കൺസേൺസ് പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. എൻ്റെ പാരൻസിൻ്റെ മനസ്സിൽ, കാഴ്ചപ്പാടിൽ ഇങ്ങനെയുള്ള ഒരാളെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇന്ന വാല്യൂസ് വേണം, ഇന്ന കാര്യങ്ങളാണ് പ്രയോറിറ്റീസ്, ഇന്ന ഗുണങ്ങൾ വേണം, ഇന്ന ജോലി വേണം, ഇന്ന രീതിയിൽ വരുമാനം ഉണ്ടാക്കണം, ഇങ്ങനത്തെ കുടുംബം വേണം. ഏകദേശം നിങ്ങൾക്കൊരു പിക്ചർ കിട്ടും. ആ പിക്ചർ കിട്ടണമെങ്കിൽ അവരുടെ കൺസേൺസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രണയിക്കാൻ ഒരാളെ കണ്ടുപിടിക്കുന്ന സമയത്ത്, അതിപ്പോൾ ട്രഡീഷണൽ മെത്തേഡിലാണെങ്കിലും ശരി, ഇനിയിപ്പോൾ ഡേറ്റിംഗ് ആപ്പ് വഴിയാണെങ്കിലും ശരി, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കാൻ ഇതെല്ലാം നിങ്ങൾക്ക് സഹായിക്കും. കാരണം നിങ്ങളുടെ പാരൻസിൻ്റെയും നിങ്ങളുടെയും കാഴ്ചപ്പാട് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻവൈറ്റ് ദിയർ ഇൻവോൾവ്മെന്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കേണ്ട ഒരു സമയമായി. ഏകദേശം പ്രണയിച്ച് വിവാഹം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഏകദേശം ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകദേശം ഇത് ഒത്തുപോകുന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. സ്വഭാവം വൈസ്, ജോലി വൈസ്, നിങ്ങളുടെ പാരൻസിൻ്റെയും നിങ്ങളുടെയും ഒക്കെ താല്പര്യങ്ങൾ, ആവശ്യങ്ങൾ, ഇഷ്ടങ്ങളെല്ലാം ഏകദേശം ഒത്തുപോകുന്ന ഒരാളെ തന്നെയാണ് നിങ്ങൾ പ്രണയിക്കാനായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ പ്രണയം ആ പ്രണയിക്കുന്ന വ്യക്തിയോട് തുറന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഈ ഒരു താല്പര്യം, ഈ ഒരു ഇഷ്ടം നിങ്ങളുടെ പേരൻസിൻ്റെ അടുത്ത് ആദ്യം തുറന്നു പറയുക. ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല, അവനാണോ പെണ്ണോ എന്തോ ആവട്ടെ, ആ ആളുടെ അടുത്ത് ഞാനിത് പറഞ്ഞിട്ടില്ല. അതിനു മുമ്പേ ഞാൻ എൻ്റെ ഈ ഇഷ്ടവും താല്പര്യവും
പേരൻസിൻ്റെ അടുത്താണ് ആദ്യം പറയണത് എന്നുള്ളത് ആദ്യം പേരൻസിനെ നിങ്ങൾ അറിയിക്കുക. അവരുടെ ഒപ്പീനിയൻസ്, അവരുടെ ഗൈഡൻസ്, അവരുടെ ഉപദേശം, ഇതെല്ലാം നിങ്ങൾക്ക് ഈ പറയുന്ന പുതിയൊരു പാർട്ട്ണറെ കണ്ടുപിടിക്കുമ്പോൾ അവിടെ മാച്ച് ആകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങളുടെ പേരൻസിന്റെ അപ്രൂവൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. കാരണം നിങ്ങളുടെ പേരൻസിന്റെയും നിങ്ങളുടെയും താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒരേപോലെ ആകുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടാവുക. കാരണം അത് നിങ്ങൾക്ക് നേരത്തെ അറിയാം. അല്ലാതെ ഏതോ ഒരു ആളെ എങ്ങനെയോ ഒന്ന് പ്രണയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആളെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടായിരിക്കില്ല. കാരണം 100% ഒരു റിലേഷൻഷിപ്പും അല്ലെങ്കിൽ ഒരു ജീവിതവും സക്സസ് അല്ല. 10-15 വർഷം പ്രണയിച്ചു എന്ന് പറഞ്ഞിട്ട് കെട്ടിക്കഴിഞ്ഞിട്ട് 2-3 വർഷം കൊണ്ട് ഡൈവേഴ്സ് ആവുന്ന എത്രയോ പേരുണ്ട്. 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ദം പൊട്ടൻഷ്യൽ മാച്ചസ്. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിലെയോ നിങ്ങളുടെ പരിചയത്തിലൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളുണ്ടാവും, നിങ്ങളുടെ ക്രഷ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ ഉണ്ടായിരിക്കും. സോ താല്പര്യം ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിന്റെ സഹായത്തോടു കൂടി ആ പ്രണയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നമ്മൾ വിചാരിക്കും പേരൻസ് ഒക്കെ സമ്മതിച്ചുകൊണ്ട് പ്രണയം മുമ്പോട്ട് പോകുന്നു. എത്രയോ ഉണ്ട്. ഇല്ല എന്നുള്ളത് നമ്മുടെ ഒരു മുൻവിധി മാത്രമാണ്. പ്രണയത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാ കാര്യങ്ങളും ഒത്തുവരികയാണ്. അവരുടെ കൺസേൺസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുകയാണ്. ഒരു കുഴപ്പമില്ലാതെ മുമ്പോട്ട് അവർ പോകാൻ നമുക്ക് സമ്മതം മൂടും. പറഞ്ഞു വരുന്നത് ഇത് മാച്ച് ആണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വരെ പാരൻസിന്റെ സഹായം തേടാവുന്നതാണ്. പാരൻസ് അതിന് സപ്പോർട്ടും ചെയ്യും. ഇതിനൊക്കെ നേരത്തെ പറഞ്ഞ പോലുള്ള സ്റ്റെപ്പുകൾ നമ്മൾ എടുത്തെടുത്ത് വന്നതിന് ശേഷം വേണം ചെയ്യാൻ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് അങ്ങ് പറയല്ല ചെയ്യുക. 6ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൈലൈറ്റ് സക്സസ്ഫുൾ സ്റ്റോറീസ്. നമ്മുടെ ഇതേ കൾച്ചറിലുള്ള ഇതേ കമ്മ്യൂണിറ്റിയിലുള്ള ഇതുപോലെ പ്രണയവിവാഹം നടത്തി വിജയിച്ച് സക്സസ്ഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന കപ്പിൾസിന്റെ എക്സാമ്പിൾസ് നിങ്ങളുടെ പാരൻസിന്റെ മുമ്പിൽ നിങ്ങൾക്ക് നിരത്താവുന്നതാണ്. നിങ്ങളുടെ പാരൻസിന്റെ മുമ്പിൽ ഇതുപോലുള്ള കപ്പിൾസിനെ ഒരു പക്ഷെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ പാരൻസിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് അവരുടെ സക്സസ് ആയിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് അവരോട് തന്നെ വേണമെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാൻ പറ്റും. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന അത്തരം കപ്പിളാണെങ്കിൽ അവർ വന്ന് നിങ്ങൾക്ക് ഇതുപോലൊരു സഹായം ചെയ്തു തരും. അവർക്കതിൽ നഷ്ടപ്പെടാനൊന്നുമില്ല. അവരുടെ വിജയകഥ അവർക്കൊന്ന് നിങ്ങളുടെ പാരൻസിന് മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യണം, അത്രയേ ഉള്ളൂ. സോ അത് നിങ്ങളുടെ പാരൻസിന് ഒരു എനർജിയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ധൈര്യമാണ്, ഒരു മോട്ടിവേഷനാണ്. അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന തീരുമാനം തെറ്റല്ല എന്നുള്ളത് പാരൻസിന് സ്വയം ബോധ്യപ്പെടുന്നതിന് ഇത് ഉപകരിക്കും. 7ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബി പേഷ്യന്റ് ആൻഡ് പെർസിസ്റ്റന്റ്. അതായത് ഒരുപാട് ആഴത്തിൽ വേരിറങ്ങിയിട്ടുള്ള വിശ്വാസങ്ങള്, തത്വചിന്തകള്, ഫിലോസഫി, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ടല്ലോ വിശ്വാസവുമായി ബന്ധപ്പെട്ടത്. ഇതെല്ലാം പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിന് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഒരുപാട് ക്ഷമയും നമുക്ക് ആവശ്യമാണ്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇറങ്ങിത്തിരിച്ചാൽ വിജയിപ്പിക്കാവുന്ന ഒന്നല്ല. എല്ലാ പാരൻസിൻ്റെയും മുമ്പിൽ ഈ പ്രണയം എന്ന് പറയുന്ന ഒരു സംഗതി ചില പാരൻസിൻ്റെ അടുത്ത് കുറച്ച് സമയം എടുക്കും. നിങ്ങളുടെ പാരൻസിനും നിങ്ങൾ കുറച്ച് സമയം കൊടുക്കുക. അവരുടെ മനസ്സൊന്ന് മാറുന്നതിനൊക്കെ നിങ്ങൾക്ക് കുറച്ച് സമയം കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്കും കുറച്ച് സമയം എടുക്കാം. നിങ്ങളും ഇതിനകത്ത് ഉറച്ചു നിൽക്കുകയാണെന്ന് തോന്നുന്ന സമയത്ത് അവർക്ക് കൂടുതൽ അതിനകത്ത് മസിൽ പിടിക്കണം എന്ന് തോന്നില്ല. കാരണം നിങ്ങൾ ഒളിച്ചോടി പോകും, അല്ലെങ്കിൽ നിങ്ങൾ പേരുദോഷം ഉണ്ടാക്കും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല, ചെയ്യാനും പോകുന്നില്ല, ചെയ്യാനും പാടില്ല. വെയിറ്റ് ചെയ്യുക. പേരൻസിന്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ പേരൻസിന് തന്നെ തോന്നും ഇതിങ്ങനെ ചുമ്മാ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. കുറച്ചൊക്കെ അവരൊന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അവർക്കൊന്ന് അന്വേഷിക്കണം കാര്യങ്ങളൊക്കെ. എല്ലാം ഓക്കെ ആണെങ്കിൽ അവർ തന്നെ ചിലപ്പോൾ സമ്മതം മൂളും. 8ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സീക്ക് മീഡിയേഷൻ. അതായത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സംസാരിച്ച് നിങ്ങളുടെ ഈ ഒരു പരിപാടി വിജയിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ നിങ്ങളുടെ പാരൻസ് ഉൾക്കൊള്ളുന്ന, സ്വീകരിക്കുന്ന, അംഗീകരിക്കുന്ന ഏതെങ്കിലും ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരെ മീഡിയേറ്റർ ആയിട്ട് നിങ്ങൾക്ക് വെക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാം, നിങ്ങളുടെ ഫാമിലിയിലാകും, നിങ്ങളുടെ റിലേറ്റീവ്സ് ആകാം, നിങ്ങളുടെ നൈബർ ആകാം, ആരായാലും വേണ്ടില്ല. നിങ്ങളുടെ പാരൻസിന് ബോധിക്കുന്ന ആൾക്കാരായിരിക്കണം എന്നുള്ളത് മാത്രം. അതൊന്നുമില്ലെങ്കിൽ പിന്നെ റിലീജിയസ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ, നേതാക്കന്മാർ, ലീഡേഴ്സ്, പ്രീസ്റ്റ്, അങ്ങനെയൊക്കെ പറയാവുന്ന കുറെ പേര്. അവരുടെയും സഹായം നിങ്ങൾക്ക് അറ്റക്കൈ തേടാവുന്നതാണ്. നിങ്ങളുടെ പാരൻസിന്റെയും നടുക്ക് നിന്ന് കാര്യം നടത്താൻ കഴിവുള്ള ഒരാളെ കണ്ടുപിടിക്കുക. പാരൻസിനും കൂടി ബോധിക്കുന്ന ഒരാളാണെങ്കിൽ സംഭവം ഉഷാറാവും. 9ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്പ്രസ് യുവർ ലവ് ആൻഡ് റെസ്പെക്ട്. നിങ്ങളുടെ പാരൻസിനെ നിങ്ങൾ കൺവിൻസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ലവ് മാരേജ് നടന്നാലും ശരി ഇല്ലെങ്കിലും ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനോടുള്ള ആ ഒരു ഇഷ്ടവും താല്പര്യവും അടുപ്പവും
ഇതൊന്നും നഷ്ടപ്പെടുന്നില്ല, ഇതൊന്നും നഷ്ടപ്പെടാനും പോകുന്നില്ല എന്നുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാകണം. അവർക്ക് തോന്നണം അവരുടെ സമ്മതത്തോടു കൂടിയിട്ട് വിവാഹം കഴിക്കാൻ കാത്തിരിക്കുന്നവരാണ് നമ്മുടെ മക്കൾ എന്നുള്ളൊരു തോന്നല് നിങ്ങളുടെ പേരൻസിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റണം. അതായത് നിങ്ങളുടെ പേരൻസിന് ഒരു പൊസിഷൻ നിങ്ങൾ കൊടുക്കണം, ഒരു പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കണം. ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് തോന്നണം. അതായത് എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൻ എൻ്റെ ഇഷ്ടമില്ലാതെ ഒരു കാര്യം ചെയ്യില്ല, പാരൻസിൻ്റെ ഇഷ്ടമില്ലാതെ ഒരു കാര്യം ചെയ്യില്ല. സോ അതുകൊണ്ട് നമ്മുടെ സമ്മതത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. സോ നമ്മുടെ ഇഷ്ടവും താല്പര്യവും സമ്മതവും എല്ലാം അവര് കാത്തിരിക്കുന്ന കാര്യമാണ്, അതിനെ മാനിക്കുന്ന കാര്യമാണ്. അല്ലാതെ തന്നിഷ്ടത്തിന് ഓരോന്നും ചെയ്യുന്ന ആ ഒരു സ്വഭാവക്കാരല്ല. നമുക്ക് അർഹിക്കുന്ന ഒരു മതിപ്പും വിലയും ബഹുമാനവും തരുന്നുണ്ട് എന്നുള്ളത് പാരൻസിന് തോന്നണം. ഇതൊക്കെ കാര്യങ്ങൾ വേഗം ശരിയാക്കുന്നതിന് ഒരുപാട് ഉപകരിക്കും. 10ാമത്തെയും അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രൂ ടു യുവർ സെൽഫ്. പറഞ്ഞു വരുന്നത് നിങ്ങളുടെ പാരൻസിന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ ഓക്കെ ആണ്, അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പാർട്ട്ണറെ നിങ്ങളെ കണ്ടുപിടിച്ചു എന്നിരുന്നാൽ പോലും നിങ്ങളുടെയും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാൾ തന്നെ ആയിരിക്കണം അത്. സോ നിങ്ങൾക്ക് തന്നെ ഒരു ഇമ്പോർട്ടൻസ്, ഒരു പ്രയോറിറ്റി കൊടുക്കണം. കാരണം അൾട്ടിമേറ്റ്ലി നിങ്ങളാണ് ആ വ്യക്തിയുടെ കൂടെ ജീവിക്കാൻ പോകുന്നത്, നിങ്ങളുടെ പാരൻസ് അല്ല. സോ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ പാരൻസിന്റെ എല്ലാ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെയും കൂടി സാറ്റിസ്ഫൈ ചെയ്യാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അതായത് പാരൻസ് മാത്രം സക്സസ് ആവുക, പാരൻസ് വിചാരിച്ചത് മാത്രം നടക്കുക, അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. കാരണം മരണം വരെ നിങ്ങളാണ് ജീവിക്കാൻ പോകുന്നത് ആ പറയുന്ന പാർട്ട്ണറിന്റെ കൂടെ. സോ അവരുടെ ഭാഗത്തുനിന്ന് കൂടി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മളും നമ്മുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും അതും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷനിലൂടെ അവതരിപ്പിക്കുക, അവരെ പറഞ്ഞ് ആക്കി കൊടുക്കുക. അതായത് അവരെ കൂടുതൽ അവെയർ ആക്കുക, ബോധവൽക്കരിക്കുക. എനിക്കുണ്ട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, സമാധാനത്തോട് കൂടിയിട്ട്.